അത് ഡെമ്മിയാ സാറേ. ഇത് ഒറിജിനൽ ഗണ്ണ, സൈലൻസറും ഉണ്ട്. ആർട്ടിസ്റ്റിന്റെ കയ്യിൽ ഇത് കൊടുക്ക്. ഓക്കെ സാറേ. മിസ് ഫയർ ആയി ഭിത്തിയിൽ കൊള്ളുമ്പോൾ ഇത് യൂസ് ചെയ്യേ, ഇമ്പാക്ട് ഫുൾ ആയിരിക്കും. ശരി സാറേ. സീനിനെ പറ്റി വൈകുന്നേരം ഡിസ്കസ് ശരി ചെയ്യാം. സാറേ. ഇപ്പൊ പോയിക്കോ. ഡോ സർ, വൈകുന്നേരം ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതെ സാറേ. ചെല്ല്. ഓക്കെ സാറേ. DCP പോയി കണ്ടിരുന്നോ? ഒരു കേസ് തോറ്റുപോയപ്പോ ജീവിതത്തെ തോറ്റുപോയതുപോലെ തോന്നിയ സാർ. സാർ എന്നെ കേസിൽ നിന്ന് രക്ഷിച്ച് എനിക്കൊരു ലൈഫാണ് തന്നത്. ഗിഫ്റ്റ് തന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്കിലും പറയൂ സാർ, എത്രയാ വേണ്ടതെന്ന്. അറേഞ്ച് ചെയ്യാം. ഇനി നിങ്ങളുടെ പ്രിൻസിപ്പൾസിന് ഗുഡ് ബൈ പറയാതെ വേറെ വഴിയില്ല സാർ. കാരണം ഒരു കുറ്റവാളി മജിസ്ട്രേറ്റിന് മുന്നിൽ തന്റെ കുറ്റം സമ്മതിച്ചതിന് ശേഷം ഏത് കോർട്ടിൽ പോയാലും രക്ഷയില്ല. സാറിന് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഒരു ഓപ്ഷനുണ്ട് സാർ. ഈ കൊലപാതകം ചെയ്തത് ഞാനാണെന്ന് സ്വയം സമ്മതിച്ചാൽ മാത്രമേ മുന്നേക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അത് നടക്കാൻ പോകുന്നില്ല. ഇതിവിടെ അവസാനിപ്പിച്ചേക്ക് സാർ. ഇറ്റ്സ് ബെറ്റർ. ഹായ് സിദ്ധാർത്ഥ്. ഹായ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഇതാരാ? പുതിയ ആർട്ടിസ്റ്റോ? ഹോളിവുഡ് ആർട്ടിസ്റ്റിനെ പോലെ തന്നെയുണ്ട്. ഇവനെ വെച്ച് കിൽ ബിൽ എന്നൊരു കമേഴ്ഷ്യൽ സിനിമ ഹോളിവുഡിൽ എടുക്കാം. ഈസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിംഗ്? അല്ല സർ, ഇദ്ദേഹം സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റാ. അഞ്ജലിയുടെ കേസിൽ നിന്ന് രക്ഷിച്ചത് ഇദ്ദേഹമാണ്. ബൈ ദി വേ, ഐ ആം ഗോഗോ. സിദ്ധാർത്ഥിനെ ഹോളിവുഡിൽ പരിചയപ്പെടുത്തിയത് ഞാനാണ്. ഇവനെ വെച്ച് മറ്റൊരു പടം എടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലോട്ട് വന്നത്. പക്ഷെ അഞ്ജലി മരിച്ചുപോയെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു. അഞ്ജലി എന്റെ മോളെ പോലെയാ, ഇവന്റെ ഭാര്യയും. പക്ഷെ എന്താ സാറേ ഇത്? അഞ്ജലിയെ കൊന്നവനെ കൊല്ലണമെങ്കിൽ ഒന്നുകിൽ ഞാനായിരിക്കണം, അല്ലെങ്കിൽ ഇവനായിരിക്കണം. കോടതി ആരാ സാറേ കൊല്ലാൻ? കൊന്നുകഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിമിനൽ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ സാറേ, അഞ്ജലിക്ക് വേണ്ടിയല്ലേ. നിങ്ങളെപ്പോലെ ഒരു ക്രിമിനൽ ലോയറിനെ വെച്ച് പൈസ എറിഞ്ഞ് ഞാൻ പുറത്തു വരും. ആ ക്രിമിനലിനെ കാണിച്ചെന്നാൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമെന്നോ? അവൻ എവിടെ ഉണ്ടെന്ന് പറ സാറേ. ഇപ്പൊ തന്നെ അവനെ പൊട്ടിച്ചേക്കാൻ ഞാൻ. കൊലയാളിയെ മുന്നിൽ കണ്ടിട്ടും ആവശ്യമുള്ള സംസാരിക്കുക. ഇതുവരെ ന്യായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ക്രിമിനൽ ലോയറെയാണ് നീ കണ്ടത്. ഇനി അങ്ങോട്ട് നീ കാണാൻ പോകുന്നത് ഇതുവരെയും കാണാത്ത 360 ഡിഗ്രി ഹോട്ട് കോർ ക്രിമിനലിനെയാടാ. അത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരും. ഇതുവരെ നീ എന്റെ മുൻപിൽ കളിച്ചത് ലൈഫ് ഗെയിമാ, പക്ഷെ ഞാൻ തുടങ്ങിയ കളി ഡെത്ത് ഗെയിമാ. നീ അനുഭവിക്കാൻ പോകുന്ന വേദന താങ്ങാൻ കഴിയാത്ത സത്യമെല്ലാം നീ തുറന്ന് പറഞ്ഞിരിക്കും. കഥ തുടങ്ങി വെച്ചത് നീയല്ലേ. ക്ലൈമാക്സ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇവനെ വെച്ച് കിൽ ബിൽ സിനിമ എടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവൻ കില്ലിംഗ് സീനിൽ എന്നെ കുടുക്കി കളഞ്ഞല്ലോ. എന്റെ ഈശ്വര. സാറിന് എന്താ തോന്നിയത്? അഞ്ജലിയെ കൊന്നിട്ട് ഇവനെയും വെട്ടിയാക്കിയിട്ട് നീ പുറത്തു വന്നു എന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ പോവാ.